നല്ല ഭ്രാന്തി. ഓഫീസിൽ വന്നതിന്റെ ഷഡ്ഡിയ പേര്. ഹായ് ഗൈസ്, എന്താ ചേട്ടാ തപ്പണ? ഓഫീസിൽ വന്നതിന്റെ ഷഡ്ഡിയ പേര്. ഗൈസ് ഷഡ്ഡിയാണല്ലോ ഗൈസ്. നമ്മൾ അതല്ല സംഭവം പറ. നമ്മള് പോവാണ് ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് നാട് വിട്ട് പോകാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് മിഡ് നൈറ്റ് പാക്കിംഗ് ആണ്. ഇവിടെ പോകാനൊക്കെ നമ്മൾ കുറച്ച് 2 മണിക്കൂർ മുമ്പാണ് ഇത് ഡിസൈഡ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഒന്ന് പാക്ക് ചെയ്യാം. എന്നിട്ടിപ്പം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. മിഡ് നൈറ്റ് പ്ലാനിങ് ആയിരിക്കും. പാക്ക് ചെയ്യാനുണ്ട് ഗൈസിന്റെ പെട്ടി ഇരിക്കുന്നുണ്ടോ, ഈ പെട്ടിയിലാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകണം. അപ്പൊ നിങ്ങൾ ഒന്നും കണ്ടിട്ട് വേണ്ട അതിനൊന്നും പറയരുത്, കാരണം കുറച്ച് അലമ്പാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പാക്ക് ചെയ്ത്, അതായത് നമ്മൾ റോഡ് ട്രിപ്പാണ് അല്ലേ, ബൈക്ക് ട്രിപ്പാണ് വിത്ത് മാധു. കുറേ നാൾക്ക് ശേഷമാണ് മാധുവായിട്ട് നമ്മൾ ട്രിപ്പ് പോണത്. അപ്പൊ നമുക്ക് ഓൺ ദ വേ കാണാം. അപ്പോൾ ഏകദേശം പാക്കിംഗ് ഒക്കെ സെറ്റായി ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ കാണുന്നതാണ് എൻ്റെ, ബാക്കിയെല്ലാം എൻ്റെ അമ്മൂൻ്റെ ഈ ബാഗിൽ. ഇതിലെവിടെ ഇടിയാൻ വെക്കേണ്ടത് എൻ്റെ സ്ഥലം? ആകെ 2-3 ബാക്കി അമ്മൂൻ്റെ സാധനം ഗൈസ്. പൊടി അല്ല, പാറ്റാണാ പോയാ ഗൈസ്. എൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പാറ്റ വന്നാണ് ഗൈസ്. ഓക്കെ, ഇതൊക്കെ പാറ്റ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു ഞാനാണെന്ന്. ഞാൻ ഇനി ഇത് അടക്കണ കാണിച്ചിട്ട് ഗൈസ്. നല്ല ഭ്രാന്തി. കണ്ട ഇനിയും കൊള്ളുന്നകത്ത് വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്? ഈ 2 ബാഗും കൂടാതെ എന്തിനാ ബാഗ് എടുത്തേനെ? കാണിക്ക് നോക്കട്ടെ, കാണിക്ക്. ജസ്റ്റ് ഒരു ലുക്കേ പറ്റുള്ളൂ. വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ഒന്നും കാണിക്കാൻ പറ്റില്ല. കാണിക്ക്, ഐറ്റംസ് കാണിക്ക്. പിന്നെ ചെയ്യാം ഗൈസ്. കാണിക്ക് ഗൈസ്. ഒരു നോക്കട്ടെ എടി നോക്കട്ടെ. ഞാൻ കണ്ടില്ല, എന്താന്ന് കണ്ടില്ല. ഓ ഗോഡ് ഗൈസ്, ഫുൾ മേക്കപ്പ് ഐറ്റംസ് ആണ് ഗൈസ്. അങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് അല്ല, നമ്മൾ തണുപ്പിലോട്ടാണ് പോണത്. അപ്പൊ നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഉണ്ടെങ്കിലോ. ഇവിടെ വെയിലുണ്ടല്ലോ, ഇവിടെ നമുക്ക് വെയിലുണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങളാണ്. ഇതെന്തായാലും വേണം. ഇത് ഞാൻ നോക്കിക്കോളാം, ആരെ ശല്യം ചെയ്യും. ഒരാഴ്ചത്തെ ട്രിപ്പ് അല്ല കേട്ടോ ഇത്. നോക്കി ഇനി അവർക്ക് കൊടുക്കാൻ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതെടുത്തേക്കുണ്ട്. ഞാൻ അത് കാണിച്ചേക്കാം. ഓക്കെ, കട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇടുക്കിയിലോട്ട് കൊണ്ടുവന്നത് നമ്മുടെ അമ്മ തന്നുവിട്ട വറുത്തരച്ച കൊക്കോ ഫ്യൂഷനും ചമ്മന്തിപ്പൊടി. സോറി ഗൈസ്, ഇത് രണ്ടുമാണ് തന്നിട്ടേക്കണം. ഇത് വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ചമ്മന്തിപ്പൊടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പാണെന്ന് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, കഴിച്ചു നോക്കിയതാണ്. അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇത് ഇതിന്റെ റെസിപ്പി ആകുമ്പോൾ ഒരു ദിവസം വന്നിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 അവർ കൊണ്ട് ഉണ്ണിയപ്പം റെഡിയാകും. അതെന്തായാലും കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ ബാഗിലേക്ക് ബ്ലാക്ക് കളർ ബാഗിലേക്ക് ഗൈസ്. അപ്പോൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം സെറ്റായി പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് ഉറങ്ങണ്ടേ, നല്ല വെളുപ്പിന് എണീക്കാൻ പറ്റും. 7 മണിക്ക് പോകണം. അപ്പോൾ നമുക്ക് നാളെ കാണാം. 7 മണിക്ക് അല്ല 6. അപ്പോൾ ഞാൻ 6 മണിക്ക് വിളിച്ചെണീക്കും ഗൈസ്. എന്നാലാണ് 7 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറങ്ങട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് കാണാൻ ബാക്കി. ബൈ. അപ്പോൾ മാധു ആദ്യം തന്നെ റെഡി ആയിട്ടുണ്ട്. മാധുവിൻ്റെ 6ാമത്തെ മാസം മുതൽ നമ്മൾ ബൈക്കിൽ മാധുവിന് റൈഡ് കൊണ്ടുപോകാം കേട്ടോ. മാധു ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാളൊരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ഇനി പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ വലിയ കുട്ടിയായതുകൊണ്ട് ഇപ്പം അത്ര സേഫായി എല്ലാം നടുക്കങ്ങനെ ഇരിക്കാൻ. എന്തായാലും ഞാൻ ഇടുക്കി പോയ ടോട്ടൽ ഒറ്റൊരു വ്ളോഗായിട്ട് ഇടാം കേട്ടോ അടുത്ത ദിവസം. അപ്പോൾ ബൈ.